ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വന്തമായിട്ടൊരു ചുരിദാർ തയ്ച്ചിടണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടി, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. ഒരു അളവ് ടോപ്പ് കിട്ടിയാൽ അതുപയോഗിച്ചിട്ട് ഒരു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്ന മെത്തേഡ്. ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുന്ന ഒത്തിരി മെത്തേഡുകളുണ്ട്. അതുകൊണ്ട് അറിയാവുന്നവർ ഫോളോ ചെയ്യേണ്ട, അറിയില്ലാത്തവർക്ക് വേണ്ടി മാത്രം. ഇനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുള്ളവർക്കും ചെയ്തു നോക്കാം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം മാത്രം ചെയ്യുക. ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. സാരി ബ്ലൗസും നൈറ്റി സ്റ്റിച്ചിങ്ങും ഒക്കെ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്ത വീഡിയോകൾ ഒത്തിരി പേർക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് കമൻസിലൊക്കെ വരികയും പറയുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഞാനിടുന്ന സ്റ്റിച്ചിങ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുടെയും മറ്റ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ വീഡിയോയ്ക്ക് താഴെ വി ഷേപ്പിലൊരു മാർക്ക് കാണാം. ആ മാർക്ക് ജസ്റ്റ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1 മീറ്റർ 65 സെൻറ്റിമീറ്റർ ഉള്ള ഒരു തുണിയാണ് കേട്ടോ. 44 ഇഞ്ച് വീതിയുള്ള തുണിയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ വീതി ഇറക്കമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ എങ്ങനെയും നമുക്കൊരു 42.5 ഇഞ്ച് ഇറക്കത്തിൽ ഈ തുണി കിട്ടും. അപ്പോൾ ആ തുണി വട്ടം മടക്കിയ ശേഷം ഇതുപോലെ മടക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ ബോഡി പാർട്ടും ഈ ഭാഗത്തു നിന്ന് നമ്മൾ സ്ലീവുമാണ് കട്ട് ചെയ്യുന്നത്. ഇത് 36 ചെസ്റ്റ് അളവ്, ഹിപ്പിൻ്റെ അളവ് 40 ഇഞ്ച് വരെയുള്ള ഒരു ആൾക്ക് വേണ്ടിയാണ് ഇത് തയ്ക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ ശരിക്കും 2 മീറ്റർ തുണി വേണം. നമ്മൾ ചെറിയ സ്ലീവ് വെച്ചിട്ട് ആണിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയ സ്ലീവ് ആണെങ്കിൽ 2 മീറ്റർ തുണിയിൽ നിന്നും ആ ബാലൻസ് വരുന്ന ഭാഗത്തു നിന്നുമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അളവ് ടോപ്പ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ അതിന് മുകളിലേക്ക് ലൈനിങ് മെറ്റീരിയൽ വെക്കുകയാണ്. 2 മീറ്റർ ലൈനിങ് മെറ്റീരിയൽ നീളത്തിൽ മടക്കിയ ശേഷം ഇതുപോലെ 1 മീറ്റർ കിട്ടുന്ന രീതിയിൽ ഒന്നുകൂടി മടക്കുക. ഈ ഭാഗത്തു നിന്നുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, മടക്കുപാട് മുകളിൽ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന രീതിയിൽ വെക്കാം. പിന്നെ അളവ് ടോപ്പിൽ നിന്നും അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഉള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടി കട്ടിങ് വീഡിയോ ചെയ്ത ശേഷമാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആഡ് ചെയ്യുന്നത്. പിന്നെ ക്യാൻവാസ് ഒന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൗണ്ട് നെക്കുള്ള ഒരു അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അളവ് ടോപ്പിൻ്റെ നല്ല വശം എടുക്കുക. നമ്മൾ ചീത്തവശം എടുത്തിട്ട്, അതായത് ഉൾഭാഗം എടുത്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല ഭാഗം എടുത്തിട്ട് കറക്റ്റ് ഷേപ്പ് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഷോൾഡർ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ തുണിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ ടക്കിട്ട് വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ച് ലൂസാക്കി വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. നല്ല കറക്റ്റ് ടക്കിട്ടിരിക്കുന്ന തുണിയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഈ നടുഭാഗം ടക്കിൻ്റെ അത്രയും ഉള്ളിലേക്ക് വലിഞ്ഞ് നമുക്ക് ലൈനിങ് കാണാൻ പറ്റും. ഞാൻ ആ ഒരു രീതിയിൽ വെച്ചിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഷോൾഡറൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. താഴെ വരെ ക്ലിയർ ആയിട്ട് സ്ലിറ്റും, ഈ സ്ലിറ്റിൻ്റെ ഭാഗമൊന്നും ഉള്ളിലേക്ക് മടങ്ങിയിരുന്ന് പോകരുത്. കാരണം അങ്ങനെ മടങ്ങിയിരുന്ന് പോയാൽ സ്ലിറ്റ് ഭാഗം ചെറുതായി പോവും, ടൈറ്റായി പോവും. അതുകൊണ്ട് മാക്സിമം ഇതുപോലെ വിടർത്തി വയ്ക്കുക. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ടക്കിൻ്റെ ഗ്യാപ്പ് നമ്മൾ ആ ഭാഗം 1/2 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഇങ്ങനെ. ഇനി അതല്ല എങ്കിൽ അത് കറക്റ്റ് ഇതുപോലെ കയറ്റി വയ്ക്കുക. നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഷോൾഡർ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോകാതെ കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. കഴുത്ത് വിടർത്തി വെക്കരുത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ സ്ലീവ് പിടിപ്പിക്കുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനേക്കാൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടണം. കാരണം നമ്മൾ കൈ പിടിപ്പിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുമല്ലോ. ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി മാർക്ക് ചെയ്യുക. നെക്ക് ഇതേ നെക്ക് തന്നെ മതിയെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക. മുകൾ ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നെക്ക് അല്പം ഇറങ്ങിയതാണ്. അതെന്താ ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തുക. ഇത് റൗണ്ട് നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തുന്നത്. റൗണ്ട് നെക്ക് മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ നെക്ക്.
അല്ലെങ്കിൽ നമ്മൾ പേപ്പർ ക്യാൻവാസ് ഉപയോഗിച്ച് വേണം കട്ട് ചെയ്യാൻ. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യുമ്പോൾ ഈ നമ്മൾ സ്റ്റിച്ച് വന്നിരിക്കുന്ന പോയിൻറ്റിൻ്റെ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വേണം മാർക്ക് ചെയ്യാൻ. കാരണം അത്രയും തുണി തയ്യൽ തുമ്പായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലൊന്ന് മാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗം കണ്ടോ, ടക്ക് വന്നിരിക്കുന്നത് ഉള്ളിലേക്ക് തുണി കയറി നല്ല ചുരിദാറിൻ്റെ ആ ഭാഗം സ്പേസ് കണ്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഷേപ്പിന് മാത്രം മാർക്ക് ചെയ്താൽ മതി. അത് വലിച്ച് ഈ ഭാഗത്തോട്ട് കറക്റ്റ് മുട്ടിച്ച് വെച്ചാൽ മാത്രം ഇവിടെ ഒരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുക. അത് ടക്കിട്ട് വരുമ്പോൾ അത്രയും ടൈറ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ ഒട്ടും കുറഞ്ഞു പോകരുത്. തുണിയൊന്ന് മാക്സിമം വലിച്ച് പിടിച്ച് നോക്കുക. ഈ ഒരു ഭാഗം തീരുന്ന വശം വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരച്ചു കൊടുക്കാൻ. കണ്ടോ, അത്രയും ഒരു 4 or 5 സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് വരുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചാലാണ് സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇനി നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കണക്കാക്കി നമ്മൾ നല്ല വശം വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും തയ്യൽ തുമ്പ് കണക്കാക്കണം കേട്ടോ. ജസ്റ്റ് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ആ കൈക്കുഴിയുടെ അതേ ഷേപ്പിലൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഈ ഒരു പൊസിഷനിൽ വെച്ച് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടിട്ട് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യുക. നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ വരെ തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്യുക. നമ്മൾ ഷേപ്പിൻ്റെ അവിടെ അല്പം ലൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലിറ്റ് ഇവിടെ നിന്നും താഴെ വരെ നമ്മൾ ആ അളവ് ടോപ്പ് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇവിടെ നിന്നും താഴേക്ക്. പക്ഷേ അളവ് ടോപ്പിനേക്കാളും ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ട് വേണം താഴേക്ക് വരച്ചു കൊടുക്കാനായിട്ട്. ആ 3/4 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാനുള്ളതാണ്. നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ തുടക്കക്കാർ അത് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സാരമില്ല, അത് ഷേപ്പ് ചെയ്ത് അവിടെ വരെ വന്ന ശേഷം കറക്റ്റാക്കിയിട്ട് എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാകും. അപ്പോൾ പെർഫെക്റ്റ് ആണ്. തുണി കുറഞ്ഞു പോകില്ല എന്നുറപ്പുള്ളവർ മാത്രം കറക്റ്റ് 3/4 ഇഞ്ച് ഇടുക. കണ്ടോ, ഈ ഒരു ഭാഗം തുടക്കക്കാർ അല്പം കൂട്ടിയൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാറുണ്ട്. എന്നിട്ട് സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത് അത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും. ആ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മൾ ആ അളവ് ടോപ്പ് എടുത്ത് വിടർത്തിയിട്ട് നമ്മൾ ടേപ്പ് വെച്ച് ആ സ്ലിറ്റിൻ്റെ ഓപ്പൺ പൊസിഷൻ ഉണ്ടല്ലോ, ആ ഭാഗം വെച്ചിട്ട് ഒന്നുകൂടി നോക്കുക. അത് കറക്റ്റ് അല്ലേ എന്ന്, കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന്. അവിടെ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയില്ല. തുണി കറക്റ്റായിട്ട് വിടർത്തി വെച്ച് ചെയ്താൽ. എങ്കിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു തെറ്റ് പറ്റാനുള്ള ഒരു സാധ്യതയും നമ്മൾ തള്ളിക്കളയരുത്. മാക്സിമം അത് ഒഴിവാക്കി തന്നെ ചെയ്യുക. കാരണം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന അളവ് നോക്കിയാൽ സ്ലിറ്റുമായിട്ട് കറക്റ്റാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു പോയാൽ നമ്മുടെ മനസ്സ് മടുത്തു പോകും. അത് വരാതിരിക്കാനാണ് ഫസ്റ്റ് ശ്രമിക്കുന്നത് തന്നെ. സക്സസ് ആയാലും മുന്നോട്ട് പോകാൻ ഒത്തിരി നമുക്ക് താല്പര്യം ഉണ്ടാവും, കൂടുതൽ പാറ്റേൺസൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും പോർഷൻ കട്ട് ചെയ്തു. നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്നതും ഞാൻ കട്ട് ചെയ്തു കേട്ടോ. ഇനി ആ ഷോൾഡർ പോർഷൻ ഒറ്റ പീസാണല്ലോ, അത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ലൈനിങ്ങിൽ നമ്മൾക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്താലും മതി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നെക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നല്ല തുണിയിൽ കട്ട് ചെയ്തിട്ടില്ല, ലൈനിങ് മെറ്റീരിയലിൽ മാത്രമാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഷേപ്പ് ആദ്യം മാർക്ക് ചെയ്തത് അത് ആ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റെ പാട് കാണും. അത് വെച്ചിട്ട് ഇതുപോലെ താഴെയുള്ള പീസിലേക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഷോർട്ട് സ്ലീവാണ്, ലോങ് സ്ലീവ് അല്ല. തുണി 2 മീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് വലിയ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ ഷോർട്ട് സ്ലീവ് ആയതുകൊണ്ട് ഈ 2 മീറ്റർ ലൈനിങ് മെറ്റീരിയലിൽ നിന്ന് തന്നെ നമുക്ക് സ്ലീവിനുള്ള ലൈനിങ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 2.5 മീറ്റർ ലൈനിങ് മെറ്റീരിയൽ വേണ്ടി വരും. കട്ടിയുള്ള തുണിയാണെങ്കിൽ സാധാരണ സ്ലീവിനധികം ലൈനിങ് ഉപയോഗിക്കാറില്ല. അപ്പോൾ വീതിയുള്ള തുണിയാണെങ്കിൽ ഇത്രയും വരെ വരും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഒരു ഭാഗത്തു നിന്ന് സ്ലീവ് കട്ട് ചെയ്യാം, ഓപ്പോസിറ്റുള്ള തേര് ഭാഗത്തു നിന്ന് അടുത്ത സ്ലീവും കട്ട് ചെയ്തെടുക്കാം.
നമുക്കിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഇറക്കമാണ് നമ്മുടെ സ്ലീവിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് സ്ലീവിൻ്റെ തുമ്പിൽ പൈപ്പിംഗ് വെച്ച് കൊടുത്താൽ മാക്സിമം ഇറക്കം കിട്ടും. നമ്മൾ മടക്കി അടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു 1.25 ഇഞ്ചോടത്തോളം ഇറക്കം കുറയാനും സാധ്യതയുണ്ട്. അപ്പം അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്തുനിന്ന് സ്ലീവ് കിട്ടും. പിന്നെ ബാലൻസ് ഉള്ളത് അപ്പം നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ലൈനിങ് പീസിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്ലീവിന് തുണി പോരായിക വരുമ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. 6 ഇഞ്ച് ഇറക്കവും 12 ഇഞ്ച് കൈയുടെ ചുറ്റളവുമാണ് നമുക്ക് വേണ്ടത്. ആം റൗണ്ടാണ് വേണ്ടത്. അപ്പോൾ അത് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 6 ഇഞ്ച് ഇറക്കം നമ്മുടെ നല്ല പീസിൽ നിന്ന് മാക്സിമം 6 ഇഞ്ച് ഇറക്കമാണ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനോട് കുറച്ച് കൂട്ടിയിട്ട് ഒരു 1-1.5 ഇഞ്ച് കൂട്ടി അങ്ങ് മാർക്ക് ചെയ്തെടുക്കുക. കാരണം താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, ഇതുപോലെ. അപ്പോൾ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു 9 ഇഞ്ച് വരെ വേണ്ടിയതാണ്. അപ്പോൾ ഇത്രയും നമുക്ക് തുണി ഇല്ല, പക്ഷേ അത് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അതുകൊണ്ട് ആ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് ഇങ്ങനെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതായത് കൈക്കുഴി വരുന്നതാണ്. ഈ ഒരു 9 ഇഞ്ചിലേക്കാണ് തയ്യൽ തുമ്പോട് കൂടി കൈക്കുഴി വരുന്നത്. അപ്പം മുകളിൽ നിന്നും കൈക്കുഴിയിലേക്ക് ഒരു 3.5 ഇഞ്ച് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ തുണി ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഇതുപോലെ കർവ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ കൈക്കുഴിയുടെ ഭാഗം ഈ ഒരു പീസ്, ഇനി അതല്ല അവിടെ തികയാതെ വന്നാൽ അവിടെ ഒരു പീസ് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗത്തുള്ള റൗണ്ട് നോക്കാം. 12 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർ പകുതി 6 ഇഞ്ച് എടുക്കുക. അതിനോടൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടുക. കണ്ടോ? എന്നിട്ട് ചെരിച്ചതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഈ ലൈനിങ് മെറ്റീരിയലിൽ കറക്റ്റ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നല്ല തുണിയിൽ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കട്ട് ചെയ്ത് ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ സാധാരണ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് നല്ല തുണി അല്പം എക്സ്ട്രാ കയറ്റി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് കറക്റ്റ് ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് അളവ് ടോപ്പിൽ നിന്നും അളവെടുത്ത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.